പലരും ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. പൊതുവെ പറയുന്നതാണ് ഐ ഡിഡിൻ വെന്റ്, ഞാൻ പോയില്ല എന്നുള്ള ഒരു അർത്ഥമാണ് വരിക. പക്ഷെങ്കിൽ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഷീ ഡിഡിൻ ടുക്ക്, അതുപോലെ തന്നെ ഡിഡ് യു സ്റ്റഡീഡ് എന്നുള്ള രൂപത്തിൽ പറയും. ഡിഡിൻ ദേ കോൾഡ്, ഓക്കെ, അവർ വിളിച്ചില്ലേ എന്നാണ് അർത്ഥം വരിക. പക്ഷെങ്കിൽ ഇതിലുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരിക്കലും എന്ന് പറയുന്നത് ഡിഡോ അല്ലെങ്കിൽ ഡിഡിൻഡോ വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്ന് പറയുന്നത് V2 എന്നുള്ള രൂപം വരൂല. എപ്പോഴും എന്ന് പറയുന്നത് V1 എന്നുള്ള രൂപമാണ് വരിക. ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞുതരാം. ഐ ഡിഡിൻ ഗോ എന്നാണ് പറയാ. ഐ ഡിഡിൻ വെന്റ് അല്ല പറയാ, ഐ ഡിഡിൻ ഗോ എന്നുള്ള രീതിയിലാണ് പറയാ. ഞാൻ പോയില്ല എന്നുള്ള അർത്ഥമാണ് വരിക. ഷീ ഡിഡിൻ ടേക്ക് എന്നുള്ളതാണ് പറയുക. ഷീ ഡിഡിൻ ടുക്ക് എന്നുള്ള പറയാ, ഷീ ഡിഡിൻ ടേക്ക്, അവൾ എടുത്തില്ല എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഡിഡ് യു സ്റ്റഡീഡ് എന്നുള്ള പറയാ, ഡിഡ് യു സ്റ്റഡി എന്നുള്ള രീതിയിലാണ് പറയാ. ഡിഡ് യു സ്റ്റഡി, നീ പഠിച്ചോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡിഡിൻ ദേ കോൾ, കോൾഡ് എന്നുള്ള പറയാ, ഡിഡിൻ ദേ കോൾ എന്നാണ് പറയാ. ഡിഡിൻ ദേ കോൾ എന്ന് പറയുമ്പോൾ അവർ വിളിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഡിഡോ ഡിഡിൻഡോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ന് പറയുന്നത് രണ്ടാമത്തെ വാക്ക് വരൂല, ഫസ്റ്റ് വാക്ക് V1 ആയിരിക്കും വരിക. ഇതൊന്ന് മനസ്സിലാക്കുക. ഈ രീതിയിലുള്ള ഇംഗ്ലീഷ് ടിപ്സിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.